ഗ്രാസിയാസ് ആദിയോസ്. നമ്മൾ എപ്പിസോഡ് 2 കാണുന്നത് ലോസ് ഏഞ്ചൽസ് കത്തീഡ്രൽ. ഇത് മെക്സിക്കോ കൺട്രിയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള കത്തീഡ്രലാണ്. ഇത് പൂബ്ല സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സിറ്റിയെ സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്നും അറിയപ്പെടും. ഏഞ്ചൽസിൻ്റെ ഇതിനെ പറ്റിയിട്ട് ഒരു ഐതിഹ്യമുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊക്കാലോ എന്ന് പറയും. അതായത് പള്ളിയുടെ ചുറ്റുമുള്ള സ്ട്രീറ്റ്, അതിന് ചുറ്റും ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ, അതൊക്കെ ഉള്ളതിനെ സൊക്കാലോ എന്ന് പറയും. അതിന് അടുത്ത് പാർക്കും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് പാർക്കാണ്. കണ്ട വലിയ മരങ്ങളും വാട്ടർ ഫൗണ്ടെയിൻ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, പിന്നെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ജോക്സൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് കണ്ട മാലാഖമാർ. പള്ളിക്ക് ചുറ്റും 58 മാലാഖമാരുണ്ട്. 1649 പള്ളി സ്ഥാപിച്ചത്. ഇവിടുത്തെ ചിത്രകലകളൊക്കെ സ്പാനിഷ് കൊളോണിയൽ വാസ്തുവിദ്യകളാണ് കേട്ടോ. നമുക്ക് അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കാണാം. ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സ്ട്രീറ്റിൽ നിറച്ച ആളുകളെ കാണാം, ഫാമിലീസായിട്ടും. അതായത് എല്ലാവരും വെള്ളി, ശനി, ഞായറായി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ ഈ മാലാഖമാരുടെ ഐതിഹ്യം എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളി നല്ല വലിപ്പമുള്ള ഗോപുരമായതുകൊണ്ട് ഇതിൽ മണി വയ്ക്കാനായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് സാധിച്ചില്ല. അപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നിൽക്കുന്നതായി കാണപ്പെട്ടു. അതായത് മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ മണി വെച്ചതായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ലോസ് ഏഞ്ചൽസ് എന്ന പേര് വന്നതും ഈ സിറ്റിക്ക് സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്ന് പേര് വന്നതും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രീറ്റിൽ വേണ്ട കുറേ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അതായത് ഈ സ്ട്രീറ്റിൽ നടക്കണവർക്ക് അത് കാണാം, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയുള്ള രീതിയാണ്. അതായത് സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളെ കൂടുതൽ ആകർഷിക്കാം. അപ്പോൾ കൂടുതൽ ആ സ്ട്രീറ്റിലെ ആളുകൾ വരും, റെസ്റ്റോറൻറ്റിൽ പോവും, ഷോപ്പ് ചെയ്യും, സ്ട്രീറ്റ് ഫുഡുകളായാലും വാങ്ങിച്ച് കഴിക്കും. അതായത് ഒരു സിറ്റിയിലെ എല്ലാവർക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും, പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അതായത് നമ്മുടെ അവിടെ ചില ആഘോഷങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ ആഴ്ചയും ഇങ്ങനെ തന്നെയാണ്. അത് ആളുകൾക്കും നല്ലതാണ്, കുറേ ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ഫാമിലീസായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ നടക്കാനായിട്ടും എല്ലാത്തിനും പറ്റും. പിന്നെ പള്ളി എന്ന് പറയുന്നത് ഇവിടെ രാത്രി 8 മണി കഴിഞ്ഞാൽ പള്ളിയിൽ പോകാനായിട്ട് സാധിക്കില്ല. പള്ളി അടച്ചിടും. അതായത് പള്ളി എന്നുള്ളത് ഇവിടെ ഒരു ആരാധനാലയം. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ആൾക്കാർ വെറുതെ ഇരിക്കുക, വർത്താനം പറയാൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഈ സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റിൽ നമുക്ക് എത്ര വേണമെങ്കിലും നടക്കാം. പക്ഷേ എല്ലാവരും അതിൻ്റേതായ മാനേഴ്സിലാണ് നടക്കുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഒരു സിസ്റ്റം എന്തുകൊണ്ടും നല്ലതാണ്. രാജ്യത്തിന് വികസനം ഉണ്ടാകാനും പിന്നെ കൂടുതൽ, അതായത് നമുക്ക് ജോലി ചെയ്യുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളാ പണി ചെയ്യണതിന് നമ്മളും ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിൽ കമൻസായിട്ട് അറിയിക്കാം. പിന്നെ നമ്മൾ ഇവിടെ കോസ്റ്റ്യൂം ഇട്ട ആളുകൾ ഇരിക്കുന്ന കാണാം. ഇയാളെ എപ്പോഴും ഇവിടെ കാണാറുണ്ട്, തിങ്കൾ തൊട്ട് ഞായർ വരെ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഹോട്ടലിലേക്ക് പോയി, റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഹോട്ടലിൻ്റെ മുകളിലായിരുന്നു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളുടെ കൂടെ 2 മെക്സിക്കൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ബാറാണ് കാണുന്നത്. ബാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജ്യൂസും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രിങ്ക്സാണ് ഓർഡർ ചെയ്യുക. അത് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഫുഡ് വരുള്ളൂ. പിന്നെ നമുക്ക് 2 മെക്സിക്കൻസിനെ പരിചയപ്പെടാം. അവർ ജസ്റ്റ് ഹായ് പറഞ്ഞു. പിന്നെ അതിനപ്പുറത്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ ഫിഷാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം.